ഇലക്ഷനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പഠിക്കാനായിട്ടുണ്ട്? കഴിഞ്ഞ മോദി സർക്കാർ ക്രിസ്ത്യാനികളെ ഒരുപാട് തിരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചു. മണിപ്പൂരിലും മറ്റു പല സ്ഥലങ്ങളിലും വടക്കേ ഇന്ത്യയിൽ ഒരുപാട് പാസ്റ്റർമാർ ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഹോളുകളൊക്കെ തീ വെച്ച് നശിപ്പിക്കപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തുടരുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരുപക്ഷെ കുറച്ച് വ്യത്യാസം വന്നേക്കാം, എന്നാൽ ചിലപ്പോൾ അതിനെ തുറന്നെന്ന് വരാൻ നമുക്കറിയില്ല. ഏതായാലും ദൈവത്തിൻ്റെ കരങ്ങൾ ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട്, ദൈവത്തിൻ്റെ ആലോചനകൾ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് എന്നുള്ളതിന് സംശയം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് കണ്ട് അറിഞ്ഞ് നാം ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഈ ഇലക്ഷനെ റിസൾട്ടൊക്കെ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതായിരിക്കുന്ന ഒരു വേദഭാഗം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായമാണ്. ഇത് 2 അധ്യായങ്ങൾ. നമുക്ക് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം നമുക്ക് വായിക്കാം. അതിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് ദൈവം കനാനിൽ നിന്ന് ദൈവം യാക്കോബിനെയും മക്കളെയും ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. അതിന് മുമ്പ് തന്നെ ജോസഫിനെ മുൻപായിട്ട് അയച്ചിരുന്നു. ജോസഫ് ഇസ്രായേലിലെ പ്രൈമിനിസ്റ്ററായിട്ട് ഭരിക്കുകയാണ്. വലിയൊരു ക്ഷാമം ദൈവം വരുത്തി. ക്ഷാമകാലത്ത് ആഹാരമില്ലാതെ വന്നപ്പോൾ യാക്കോബും മക്കളും ആഹാരം കൊള്ളുവാനായിട്ട് പോയി. വെച്ച് ജോസഫ് അവരെ തിരിച്ചറിയുന്നു. അവരോ ജോസഫിനെ അറിഞ്ഞില്ല. ജോസഫ് ഒടുവിൽ അവരെ അവിടേക്ക് വരുത്തി സംരക്ഷിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാം. അതേക്കുറിച്ചൊക്കെയാണ് ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചത്. അപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യുന്നവനാണ്. ക്ഷാമം വരുന്നു എന്നുള്ളത് ദൈവത്തിന് മുന്നമേ അറിയാം. അതിനു മുമ്പേ ദൈവം ജോസഫിനെ അയച്ചു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ആ തക്ക സമയത്ത് ധാന്യം കൈക്കൊള്ളാനായിട്ട് അവരെ മിസ്രയീമിലേക്ക് അയച്ചു. അതുപോലെ ജോസഫ് അവരെ തൻ്റെ പിതാവിനെയും കുടുംബത്തെയും മിസ്രയീമിൽ കൊണ്ടുവന്ന് സംരക്ഷിച്ചു. ഇതൊക്കെ ദൈവത്തിൻ്റെ നടത്തിപ്പുകളാണ്. ദൈവം ഇന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ്. നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് സാധാരണഗതി നടക്കുക. ക്ഷാമം വരുന്നത് സാധാരണഗതി വരുന്നതാണ്. ലോകത്തെല്ലാം ക്ഷാമം വന്നു. അല്ലെ, ഇസ്രായേലിൽ മാത്രമല്ലല്ലോ ക്ഷാമം വന്നത്. അതുപോലെ ജോസഫിനെ അവർ പിടിച്ചു വിറ്റു എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമല്ല, അസാധാരണ സംഭവമാണ്. സഹോദരന്മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവരുടെ സഹോദരനെ വിറ്റ് കാശ് വാങ്ങി എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ടായിരുന്നു. ഇസ്രായേലിനെ ക്ഷാമകാലത്തെ സംരക്ഷിക്കുവാനും അവരെ വലിയ ഒരു ജനമാക്കി തീർക്കുവാനും ദൈവം കണ്ടതായിരിക്കുന്ന ഒരു മാർഗമാണ് അതെന്ന് പറയുന്നത്. ചിലപ്പം അങ്ങനെയാണ് നമ്മളെ കൊണ്ട് ചില പ്രയാസങ്ങൾ നമുക്ക് വരുന്നത്, ചില പ്രലോഭനങ്ങൾ നമുക്ക് വരുന്നത്, ചില പരീക്ഷകൾ നമ്മൾ തോൽക്കുന്നത്, ചില അപകടങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കാൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. ജോസഫ് അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം ജോസഫ് ചില സ്വപ്നങ്ങൾ ദൈവം കൊടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ജോസഫിൻ്റെ മനസ്സിൽ തന്നെ പൊട്ടക്കണ്ടി പിടിച്ചു വിടുകയും അവിടെ ഒന്ന് വിൽക്കുകയും ചെയ്തപ്പോൾ എൻ്റെ സഹോദരന്മാർ മുഴുവൻ എന്നെ നമസ്കരിക്കുന്ന ഒരു സ്വപ്നം ദൈവം എനിക്ക് തന്നു. ഈ സ്വപ്നം ഇനി എങ്ങനെയാണ് നിവൃത്തിയാകാൻ പോകുന്നതെന്ന് ന്യായമായി ജോസഫിൻ്റെ മനസ്സിൽ വന്നു. കാരണം അപ്പനും അമ്മയും ഈ സഹോദരന്മാരും കറ്റകളായിട്ട് വന്നിട്ട് തൻ്റെ കറ്റയുടെ മുൻപിൽ വീണ് നമസ്കരിക്കുന്ന കാര്യമൊക്കെ കണ്ടതാണ്. അപ്പോൾ ജോസഫിന്റെ മനസ്സിൽ ന്യായമായിട്ടുണ്ട്, ദൈവം തന്ന ഈ സ്വപ്നം എങ്ങനെയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്? എന്നെ മിസ്രയീമിലേക്ക് വിറ്റു, ഞാൻ അടിമയായിട്ട് പോകാൻ പോവുകയാണ്. ഇനി ഒരുപക്ഷെ ഒരിക്കലും എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ കാണുകയില്ല, സഹോദരന്മാരെയും കാണുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളതായിരിക്കുന്ന ചിന്തകളൊക്കെ അവിടെ വരും. പക്ഷെ ജോസഫിന് അറിയാമായിരുന്നു ദൈവം കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന്റെ കരങ്ങളിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അത് ദൈവത്തിന് അപ്പോൾ ജോസഫിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ് ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദോഷത്തിന് വേണ്ടി ചിന്തിച്ചെങ്കിലും എൻ്റെ ദൈവം അതല്ല, നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി മുന്നമേ ഒരുക്കിയതായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും വരുന്നതായിരിക്കുന്ന സംഭവങ്ങൾ ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടിയും തൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വലിയ ദോഷം വരുത്തും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് നാം പഠിക്കേണ്ട ചില പാഠങ്ങൾ ദൈവം ഇസ്രായേലിൽ കൂടെ നമ്മോട് പറയുകയാണ്. ഒന്നാമത് ഞാൻ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവം അവരെ മിസ്രയീമിലേക്ക് കൊണ്ടുവരുന്നതും അതൊക്കെ ദൈവത്തിന്റെ പരിപാടികളാണ്. എന്നാൽ 7-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം പറയുന്നത് ജോസഫും ആ തലമുറ സഹോദരന്മാരെല്ലാവരും മരിച്ചു. 7-ാം വാക്യം പറയുന്നത് എന്താണ്? ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. മേലത്തെ വാക്യം പറഞ്ഞു പിതാക്കന്മാരെല്ലാം മരിച്ചു. അടുത്ത വാക്യം പറയുന്നു മക്കൾ എല്ലാവരും പെരുകി. നല്ല രസമല്ലേ അത്? ഒരു വാക്യം പറയുന്നു എല്ലാവരും, ഒരു തലമുറ മരിച്ചുപോയി. അടുത്ത വാക്യം പറയുന്നു വേറൊരു തലമുറ സന്തമാനം വർദ്ധിച്ചു എന്ന് പറയും.
അപ്പൊ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചു, ഈ അന്യദേശത്ത് ചെന്നിട്ട് ഇത്രയധികം മക്കളെ ജനിപ്പിക്കേണ്ട കാര്യമല്ല. എല്ലാവർക്കും 1-2 കുട്ടികളൊക്കെ പോരെ. കാരണം അന്യൊരു ദേശത്താണ്. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശമല്ലെന്ന് അവർക്കറിയാം. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത മിസ്രയീമല്ല, കനാൻ നാടാണ്. പിന്നെ ഇപ്പൊ ഈ കനാൻ നാട്ടിലെ വാഗ്ദത്തം ചെയ്ത നാട്ടിലല്ലാതെ മിസ്രയീം ദേശത്താണ്. ക്ഷാമം വന്നതുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അവിടെ ചെന്ന് ഇത്രയധികം മക്കളെ ജനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മക്കളെ കൊണ്ട് തന്നെ ആവനാഴി നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നുള്ള വാക്യം നമുക്കുള്ളതല്ലേ. എന്നിട്ട് എന്താ പിന്നെ എല്ലാവരും ഒരു ആവനാഴി നിറയ്ക്കാത്തത്? എല്ലാവർക്കും 2-3 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇസാക്കിന് എത്ര പിള്ളേരുണ്ടായിരുന്നു? യാക്കോബിന് 4 ഭാര്യമാരെന്നല്ലേ 12 പേര് ജനിച്ചത്. അബ്രഹാമിന് ഒരു ഭാര്യയിൽ നിന്ന് 1 ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ഗദൂറായിൽ നിന്ന് 7 പിള്ളേരുണ്ടായിരുന്നു. ഈ ഫാമിലി പ്ലാനിങ് തോന്നുമല്ല. മക്കളുടെ മൂല്യങ്ങൾ അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും എല്ലാ കാലത്തും അങ്ങനെയാണ്. മക്കളൊരു ഭാരമായിരിക്കുന്നവരുണ്ട്, മക്കള് അനുഗ്രഹമായിരിക്കുന്നവരുണ്ട്. വേണം 1-2 പിള്ളേർ എന്ന് വിചാരിക്കുന്നവരുണ്ട്. എനിക്ക് ഒത്തിരി മക്കൾ വേണമെന്ന് വിചാരിക്കുന്നവരും. ഈ ദൈവത്തിന്റെ പരിപാടി അനുസരിച്ച് ചിന്തിക്കുന്നവരും സാധാരണ മനുഷ്യന്റെ പരിപാടി അനുസരിച്ച് ചിന്തിക്കുന്നവരും. പഴയ നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ധാരാളം പിള്ളേരുണ്ടായിരുന്നു. കാരണം എന്താ? അവർ കൃഷിക്കാരായിരുന്നു. കൃഷി ചെയ്യാൻ ആളുകൾ വേണം, പാടത്ത് പണി ചെയ്യാൻ ആളുകൾ വേണം. അപ്പോൾ എല്ലി വീട്ടിൽ ചെന്നാൽ 8-10 മക്കളുണ്ട്. കാരണം അവർക്ക് 10-9 ഏക്കർ 20 ഏക്കർ വസ്തുവുണ്ട്. അതെല്ലാം കളിക്കാനും കപ്പയിടാനും വാഴ വെക്കാനും ഒക്കെ ആള് വേണം. അത് കഴിഞ്ഞിട്ട് അത് വീതിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ ജോലിയിലേക്ക് തിരിഞ്ഞപ്പോൾ കൃഷി ചെയ്യാൻ ആളില്ല. നമുക്ക് പിള്ളേരങ്ങനെ വേണ്ട, പഠിപ്പിച്ച് വിടാൻ 1-2 പിള്ളേർ മതി. പഠിപ്പിക്കുന്നത് വലിയ ബന്ധപ്പാടും വലിയ ചെലവും ഒക്കെയാണ്. അതുകൊണ്ട് 1-2 പിള്ളേർ മതി എന്ന് വെച്ചു. ഇത് ഈ ഫാമിലി പ്ലാനിങ്ങിന്റെ സിസ്റ്റത്തിലൊന്നും അല്ല, നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഏതായാലും മിസ്രയീം ദേശത്താണെങ്കിലും അവർ പറഞ്ഞു പിള്ളേരുണ്ടാകട്ടെന്നു, പിള്ളേർ ധാരാളം ഉണ്ടാകട്ടെ. അത് ഈ ഒരു പ്രാവശ്യം മാത്രമല്ല പറയുന്നത്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇതിപ്പോൾ സമാധാന കാലമാണ്. സമാധാന കാലത്ത് ദൈവനും അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ട് ദേശത്തെ നിറയ്ക്കണം. 7-ാമത്തെ വാക്യം വായിച്ച്, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഇസ്രായേൽ മക്കളെ കൊണ്ട് ദേശം നിറഞ്ഞു. എവിടെ നോക്കിയാലും ഇസ്രായേൽ മക്കൾ എന്നുള്ള നിലയിലേക്ക്. സമാധാന കാലമാണ്. സമാധാന കാലത്ത് മക്കൾ വേണം. അപ്പം മക്കളുടെ പ്രാധാന്യം അവർ അറിഞ്ഞു എന്ന് മാത്രമല്ല, ഇത് സമാധാന കാലമാണ്, ഇത് കുടുംബവർദ്ധനയ്ക്ക് പറ്റിയ സമയമാണ്, മക്കളെ ധാരാളം ജനിപ്പിച്ച് വളർത്തുവാൻ പറ്റിയ സമയമാണ് എന്നവർ കണ്ടു. അവരാ നിലയിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2000 വർഷമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾ വന്ന തോമസ് അപ്പോസ്തലൻ വന്നു പറയുന്നത്, വന്നില്ലയോ അതൊക്കെ നമ്മുടെ വിഷയമല്ല. പക്ഷെ ഒരു കാര്യം, ഇവിടെ 3-ാം തലമുറ 3-ാം നൂറ്റാണ്ട് തുടങ്ങി ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ സുറിയാനി ക്രിസ്ത്യാനികൾ 3-ാം നൂറ്റാണ്ട് തുടങ്ങി ഉണ്ടായിരുന്നു. 3-ാം നൂറ്റാണ്ട് തുടങ്ങി 21-ാം നൂറ്റാണ്ട് വരെ എത്ര നൂറ്റാണ്ടുകളുണ്ട്? ഈ ഇത്രയും നൂറ്റാണ്ടുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ ആരാ? സുവിശേഷം പറഞ്ഞു ആരെങ്കിലും? ആരും സുവിശേഷം ഒന്നും പറഞ്ഞില്ല. ആരും കൺവേർട്ട് ചെയ്തില്ല. ഇനി മക്കളെ പോലും ജനിപ്പിച്ച് അധികം പെരുകിയില്ല. അങ്ങനെ ഒരു ദർശനം നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നില്ല. ദേശത്തെ ക്രിസ്ത്യാനികളെ കൊണ്ട് നിറയ്ക്കണമെന്നോ, സുവിശേഷം പറഞ്ഞ ആളുകളെ ആ രക്ഷയിലേക്ക് നടത്തണമെന്നോ, ഇനി നമ്മുടെ സ്വന്തം മക്കളെ കൊണ്ട് നിറയ്ക്കണമെന്നോ ഉള്ളതായിരിക്കുന്ന യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് പറ്റിയതായിരിക്കും ദർശനക്കുറവാണ്. ആ ദർശനക്കുറവാണ് ഇന്ന് നാം അനുഭവിക്കുന്നതായിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ക്രിസ്ത്യാനികളിൽ രക്ഷിക്കപ്പെട്ടവർ വളരെ ചുരുക്കമാ. ഇവിടെ നോമിനൽ ക്രിസ്ത്യൻസ്, നാമധേയ ക്രിസ്ത്യാനികളുണ്ട്, യാക്കോബുകാരും ഓർത്തഡോക്സുകാരും മർത്തോമക്കാരും അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ല. ഇതെല്ലാം ആളുകൾ കേൾക്കുമായിരിക്കും. രക്ഷിക്കപ്പെടാത്ത ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. പക്ഷെ രക്ഷിക്കപ്പെട്ട ആളുകൾ എത്രയുണ്ട്? സുവിശേഷ വിഹിതം എത്ര ഉണ്ട്? സുവിശേഷ വിഹിതം തീരെ കുറവാണ്. രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പക്കാ സുവിശേഷ വിഹിതം എന്ന് പറഞ്ഞ അടിസ്ഥാന ഉപദേശങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നതായിരിക്കുന്ന ക്രിസ്തീയ സമുദായങ്ങളെ എടുത്ത്, സഭകളെ എടുത്ത്, അവർക്ക് ശരാശരി 1 കൊച്ചൽ 2 കൊച്ചൽ അതിക്കുള്ളിൽ. കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഭാരതത്തെ കർത്താവിന് വേണ്ടി നേടുക എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ദർശനമേ അവർക്ക് അന്നുമില്ലെന്നത്. 2000 വർഷം ഇന്ത്യയുടെ വാതിലുകൾ വൈഡായിട്ട് തുറന്നു കിടക്കുക. ആർക്കും എവിടെയും പോയി പ്രസംഗിക്കാൻ പറ്റും. ഞാൻ വടക്കേണ്ടിയിരുന്ന കാലത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഞാൻ വേറെ സൗകര്യം കൂടെ പോകുമായിരുന്നു. അവിടെയുള്ള മാർക്കറ്റുകൾ, ഓരോ സ്ഥലത്തെ മാർക്കറ്റുകൾ ഞങ്ങൾ പോയി അവിടെ നിന്ന് പ്രസംഗിക്കുമായിരുന്നു. ട്രാക്റ്റും കൊടുക്കും, അതിൽ സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. ഒരു മനുഷ്യൻ, ഒരു നായ പോലും ഒന്ന് കുരച്ചില്ല. ഇപ്പൊ അവിടെ ചെന്നൊരു ട്രാക്റ്റ് കൊടുക്കാനൊക്കെയില്ല. എൻ്റെ കസിന് ചാർലി ഒരു നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷം അത് തന്ന ആളിന് ഒരു ട്രാക്റ്റ് കാശ് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ട്രാക്റ്റൂടെ കൊടുത്തതിനാണ് അവനെ പിടിച്ച് ജയിലാക്കിയത്. ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വഴിനീളെ പ്രസംഗിക്കുകയും ട്രാക്റ്റ് കൊടുക്കുകയും ചെയ്തു, ആരുമില്ല. പക്ഷെ അന്ന് ഒറ്റ ക്രിസ്ത്യാനികളോടുണ്ടായിരുന്നില്ല. ഞാനും വേറെ സഹോദരൻ, ഞങ്ങൾ 2 പേരും, അല്ലാതെ ഒരാളെ അവിടെ കണ്ടില്ല. സുവിശേഷം പ്രസംഗിക്കാനും കണ്ടില്ല, ട്രാക്റ്റ് കൊടുക്കാനും കണ്ടില്ല. എന്നാൽ ഇഷ്ടംപോലെ ആളുകൾ ഭോപ്പാലും എല്ലായിടത്തും വരും, പഠിക്കാൻ വരുന്നുണ്ടായിരുന്നു, കമ്പനിയുടെ ജോലിക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരാളും സുവിശേഷവുമായി ബന്ധപ്പെട്ട് വന്നില്ല. ദർശനമില്ലാത്ത ഒരു ജനമായിട്ടിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് ദർശനം നഷ്ടപ്പെട്ടിരുന്നു.
ദൈവം അബ്രഹാമിന് കൊടുത്തതായിരിക്കുന്ന വാഗ്ദത്തം കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തെ നക്ഷത്രം പോലെയും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞതായിരിക്കുന്ന വാഗ്ദത്തം അവർ മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി അവരാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് നല്ലൊരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴല്ലേ കഴിഞ്ഞൊരു 10-15 വർഷമല്ലേ ആയുള്ളൂ നമുക്ക് സ്വാതന്ത്ര്യം കുറഞ്ഞത്. അല്ലെ 50 വർഷത്തിൽ താഴെ ആയുള്ള ഭാഷന്മാരെ അവിടെ എവിടെയും കൊല്ലുകയും പള്ളി നശിപ്പിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. ആരെയും ഉപദ്രവിച്ചിരുന്നു. അന്നെങ്കിലും ആരും ഒന്നും ചെയ്തുമില്ല. അപ്പം നമ്മുടെ വലിയൊരു പരാജയമാണ്. ദൈവം ആ പരാജയത്തിന് നമ്മളെ ശിക്ഷിക്കുന്നതാണ് ഈ കാലങ്ങളിൽ. നമ്മളിപ്പോൾ ആരാധന സ്വാതന്ത്ര്യമുള്ള ഗവൺമെന്റ് വരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. എന്ത് കാര്യം? ആരാധന സ്വാതന്ത്ര്യം തന്ന ഗവൺമെന്റുകളായിരുന്നു 2000 കൊല്ലം ഇവിടെ ഭരിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു നിങ്ങൾ? നോർത്ത് ഇന്ത്യയിലൊക്കെ പോയില്ലേ? സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും പോയോ? അങ്ങേയറ്റം പോയി രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഒരുമിച്ച് കൂടിയൊക്കെ ഒരു ആരാധനയൊക്കെ നടത്തുമെന്നല്ലാതെ ആ രാജ്യത്തിന്റെ ദേശത്തിന്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ആരും ബന്ധപ്പെട്ടില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളെ സ്വാതന്ത്ര്യം ഇല്ലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയെ വല്ല കാര്യമുള്ളൂ. കാരണം നമ്മൾ ആരെങ്കിലും വടക്കേണ്ടി പോകുന്നുണ്ട്. സ്വാതന്ത്ര്യം ഉണ്ടായാൽ, ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായ വടക്കേണ്ടി പോകും ആരെങ്കിലും? അവിടെ ആരെങ്കിലും ഒക്കെ പോകുന്നവർക്ക് ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ അയ്യോ ഉപദ്രവിക്കൂ കർത്താവ് അവരോട് കരുന്ന് തോന്നണമേ. എന്നാൽ നമുക്ക് പോകാം, സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് പോകാം. അങ്ങനെ പോകില്ല. നമ്മൾക്ക് പോകാൻ അന്നും മനസ്സില്ല, ഇന്നും മനസ്സില്ല. ഏത് ഗവൺമെന്റ് വന്നാലും മനസ്സില്ല. കേരളത്തിലുള്ളതായിരിക്കുന്ന നമ്മള് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് മറ്റാളുകൾ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. നമുക്ക് നമ്മുടെ മക്കളെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞയച്ച് കാശുണ്ടാക്കണമെന്നല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടുമാനം സഫർ ചെയ്യും. നമ്മുടെ ദർശനമില്ലായ്മ നമ്മുടെ ശിരസിലേക്ക് തലയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അവരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ബാബിലോൺകാർ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അവരവരുടെ വീണകളൊക്കെ അലരിവൃക്ഷത്തിന്റെ അവിടെയൊക്കെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? കർത്താവിന്റെ പാട്ട് ഞങ്ങളെങ്ങനെയായി അന്യദേശത്ത് പാടുന്നത്? ഇപ്പോഴവർക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യം വരുത്തുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം തീർച്ചയായിട്ടും 2000 വർഷത്തെ സമാധാനകാലം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ദൈവത്തെ അറിയാത്ത, ഇസ്രായേലിനെ അറിയാത്ത ഫറവോന്മാരെ ഇന്ത്യ ഭരിക്കാൻ വരുന്നതായിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് കഷ്ടത സഹിക്കേണ്ടി വരും. അത് നമ്മൾ ദൈവത്തോട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മയും ദൈവം നമ്മെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്തതിന്റെ ശിക്ഷയായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും ജോലി ചെയ്യണം അല്ലേ? രാവിലെ എഴുന്നേൽക്കണം, ഒരു ജോലി കിട്ടണം, അന്നത്തേക്ക് ശമ്പളം കിട്ടണം, റേഷൻ വാങ്ങണം, അല്ലെങ്കിൽ അത് വാങ്ങണം. നമുക്ക് സുഖമായിട്ടൊക്കെ ജീവിക്കണം. നമ്മുടെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യണം. അല്ലാതെ അപ്പുറത്തേക്ക് നമുക്ക് വല്ല ദർശനമുണ്ടോ? ഒരു ദർശനവും. നമ്മളെ ആരുടെയും പിള്ളേർ വളർന്നു വരുമ്പോൾ അവരോട് നമ്മൾ പറയാറില്ല. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ആകുമ്പോൾ മക്കളെ, മോളെ, മോനെ, നീ എന്താ നിന്റെ പരിപാടി? ദൈവവചനം പഠിച്ചിട്ട് സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുകയല്ലേ നല്ലത്? നശിച്ചു പോകുന്ന ആളുകളെ നേടുവാനായിട്ട് അതല്ലേ? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതോ നീ ഡോക്ടറാകണോ, എഞ്ചിനീയർ ആകണോ, ഫാർമസിസ്റ്റ് ആകണോ? അങ്ങനെ ചിന്ത ഇതിൻ്റെ മനസ്സിലുള്ളോ? കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ നീ എന്നെ നിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കണം. മാതാപിതാക്കൾ അങ്ങനെ വല്ലതും പിള്ളേരോട് പറയാറുണ്ടോ? ഇല്ല, ആരും പറയാറില്ല. അയ്യോ, പിള്ളേരാരെങ്കിലും അങ്ങനെ പോകണമെന്ന് വെച്ചാൽ മാതാപിതാക്കൾ ആ ഒരു ആഗ്രഹവും ചിന്തയും എടുത്തു കളയാനായിട്ട് അവരുടെ പരമാവധി അവർ ചെയ്യേണ്ടതൊക്കെ. നമ്മൾ നമ്മുടെ വിശ്വാസത്തോട് കൂറുള്ളവരല്ല. നമ്മുടെ വിശ്വാസത്തോട് നാം സത്യസന്ധത പുലർത്തുന്നവരല്ല. നമ്മുടെ ദൈവത്തോട് നാം നീതി പുലർത്തുന്നവരല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് ആനുപാതികമായി നാം ദൈവത്തെ മാനിക്കുന്നവരോ ഒന്നുമല്ല. അതിൻ്റെ സത്യം അതാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഗവൺമെന്റ് തരണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവ് പറയും, വല്ല കാര്യമുള്ള പ്രാർത്ഥനയാണോ? 2000 കൊല്ലം ഞാൻ ഇന്ത്യയുടെ വാതിൽ തുറന്നിട്ട് വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ആ കാലത്ത് നിങ്ങൾ എല്ലാവരും പേർഷ്യയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗൾഫിലും ഒക്കെ പോവുകയല്ലേ ചെയ്തതല്ല? നിങ്ങളാരും ഇന്ത്യയിലേക്ക് സുവിശേഷത്തിന് വേണ്ടി പോയില്ലല്ലോ. ഞാൻ വാതിൽ തുറന്നുകൊണ്ടിരുന്നതല്ലാതെ പോയില്ലല്ലോ. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പൊ എന്താ ചെയ്യുന്നത്? ദൈവം ചരിത്രത്തെ, കാലങ്ങളെയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഫറവോൻ ജോസഫിനെ മാനിച്ചതായിരിക്കുന്ന ഒരു രാജവംശമാണെന്നുണ്ടായിരുന്നത്. അതായത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന ആ ഡൈനസ്റ്റി എന്ന് പറയുന്നത് ജോസഫിനെ അറിയാത്തതായിരിക്കുന്ന ഒരു രാജവംശം വന്നു. വേറെ ഒരു പുതിയ ഡൈനസ്റ്റി ഭരണത്തിൽ വന്നു. അവർ നോക്കിയപ്പോൾ ഒത്തിരി ആളുകളുണ്ട്. ഒരു പുതിയ ഗവൺമെന്റ് വന്നു, മോദിയുടെ ഗവൺമെന്റ്. വേറെ ഗവൺമെന്റ് വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. അവർക്ക് കോളേജുകളുണ്ട്, അവർക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്, അവർക്ക് വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവരെ നമുക്ക് പീഡിപ്പിക്കണം, അവരെ നമുക്ക് ഒതുക്കണമെന്ന് പറയും. അന്നത്തെ കാലത്തെ കാര്യം ഇന്നും നടക്കുന്നത് അത് തന്നെയാണ്. അപ്പോ കഴിഞ്ഞ സർക്കാർ കുറേ പീഡിപ്പിച്ചു. മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് കാര്യങ്ങൾ. വടക്കേ ഇന്ത്യ പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണ്.
കേരളത്തിൽ അത്രയും കണ്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് അങ്ങനെ ഒരു ഗവൺമെന്റ് ആയിരുന്നില്ല, വേറൊരു ഗവൺമെന്റാണ്. അതുകൊണ്ട് അത് കണ്ടില്ല. എന്നാൽ അവരവരുടെ അക്കൗണ്ടൊക്കെ തുറന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നറിയില്ല ക്രമേണ ഒരു ഇലക്ഷൻ വരുമ്പോൾ. നമുക്ക് ദൈവത്തോട് പരാതി പറയാനും നോക്ക്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താ ജീവിച്ചത്. എന്നിട്ടും ദൈവം ചരിത്രത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ പാർപ്പിക്കാനല്ലല്ലോ ദൈവം നിശ്ചയിച്ചത്. അബ്രഹാമിനോട് മിസ്രൈം തരാമെന്നല്ലല്ലോ പറഞ്ഞത്, കനാൻ നാട് തരാമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവരെ പെരുക്കിയിട്ട് എന്ത് ചെയ്യണം? അവരെ തിരിച്ച് കനാനിൽ കൊണ്ട് പാർപ്പിക്കണം. അപ്പൊ അതിനനുകൂലമായിരിക്കുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നു. അതിനവരും നമ്മളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മളോട് ഇവിടെ പാർക്കാനല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളെയും അല്ലേ. അപ്പൊ നമ്മളെ ഇവിടുന്ന് ചാടിക്കണം, അല്ലാതെ ഒക്കില്ല. നമ്മളെ ഇവിടുന്ന് ചാടിക്കണം. ചാടിക്കാനുള്ളത് ഗവൺമെന്റ് ചെയ്യും. അപ്പോൾ ഉള്ളതെല്ലാം പറക്കി കെട്ടിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഓടിപ്പോകും. കുറച്ചു പേരൊക്കെ ഹിന്ദു മതം സ്വീകരിക്കും. കാരണം അവർക്കത് വിഷയമൊന്നുമല്ല, അവർക്ക് ജീവിക്കണമെന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ജീവിക്കണം, അരിക്കുള്ള കാശുണ്ടാക്കണം, അതേ ഉള്ളൂ. പക്ഷെ കുറെ ആളുകൾ സത്യത്തിന് വേണ്ടി അന്ന് നിൽക്കും, കുറെ ആൾ രക്തസാക്ഷികളായിട്ട് മരിക്കും. അത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യാനായിട്ട് ദൈവം ഉള്ള ചുറ്റുവട്ടങ്ങളൊക്കെയാണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. ഇനി അവിടുന്ന് അവരെ പറിച്ച് തിരിച്ച് കനാനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പീഡനം ഉണ്ടാകണം, രക്ഷയില്ല. ആ രക്ഷയ്ക്ക് വേണ്ടി ഓടണം. അത് ഓടിക്കാൻ ആവശ്യമായിരിക്കുന്ന ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. ദൈവം നമ്മോട് പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമ്മൾ പോയി സുവിശേഷം പ്രസംഗിക്കുകയില്ല. എന്നാ പിന്നെ ഇനിയിപ്പോ ആര് പറഞ്ഞാൽ പോവും? നമ്മൾ ദൈവം പറഞ്ഞാൽ നമ്മൾ പോവില്ല. ഇനിയിപ്പോ മറ്റ് ഗവൺമെന്റുകൾ ഒന്ന് പറയണം, ഒരു പാർട്ടി ഒന്ന് പറയണം, ക്രിസ്ത്യാനികൾ ഒന്ന് ഇന്ത്യ വിടണം, അല്ലെങ്കിൽ ഹിന്ദുക്കളാകണം, അല്ലെങ്കിൽ കൊല്ലപ്പെടണമെന്ന് പറയും. 3 ഓപ്ഷൻസ് അവർ വരും നമ്മുടെ മുന്നിൽ. ക്രിസ്ത്യാനികൾ ഒന്ന് ഇന്ത്യ വിടണം, അല്ലെങ്കിൽ ഹിന്ദുക്കളാകണം. അപ്പൊ ഗവൺമെന്റിൽ അത് നമ്മോട് പറയും. അന്നൊരു നല്ല വിഭാഗം ആളുകൾ ഹിന്ദുക്കളാകും. ഇത് ആഫ്രിക്കയിൽ നടന്നതാ. ഇന്ന് വരെ ആഫ്രിക്കയിലെ ക്രിസ്ത്യാനികൾ 2 കൂട്ടരാണ്. അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു മതം ഉപേക്ഷിച്ച് ആഫ്രിക്കക്കാരാകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. കൊല്ലപ്പെടുവാൻ സന്നദ്ധരായ വലിയൊരു സംഘം ആളുകളുണ്ട്, അവരുടെ മക്കൾ ഇന്ന് അവിടെ ഉണ്ട്. എന്നാൽ ക്രിസ്തുമതം ഉപേക്ഷിച്ചിട്ട് ഇസ്ലാം മതം മറ്റുമൊക്കെ സ്വീകരിച്ച് അങ്ങനെ ആയവരുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നെങ്കിലും അവരെ സഭയെ കയറ്റിയില്ല. 2 സഭയാണ്. വിശ്വാസം ത്യാഗം ചെയ്ത ഒരു കൂട്ടരുടെ സഭ ഒന്ന്, വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരുടെ മക്കളുടെ സഭ ഒന്ന്. അതെങ്ങനെ രണ്ടും നിങ്ങൾ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടവരാ, ഞങ്ങളുടെയൊക്കെ അപ്പന്മാർ ജീവൻ കൊടുത്തവരാ, ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒക്കില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയ സഭ 2 ചിലപ്പോൾ വായിക്കപ്പെടും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സന്ദർഭങ്ങളിൽ. ഇവിടെ ഫറവോൻ വന്നു, ഫറവോൻ പറഞ്ഞ് വിട്ടാ ഒക്കില്ലെന്ന് പറഞ്ഞു, പീഡിപ്പിച്ചോളം പറഞ്ഞു. അങ്ങനെ അവരെ പീഡിപ്പിച്ച് അവരെ ക്ഷയിപ്പിക്കാനാണ് നോക്കിയത്. ഫറവോൻ കണ്ട മാർഗം എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ പീഡിപ്പിച്ച് ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ 12ാമത്തെ വാക്യം വായിക്കുമ്പോൾ രസകരമായ ഒരു കാര്യം നമുക്ക് കാണാം. 12ാമത്തെ വാക്യം, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം, അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്താണ്? മക്കളുണ്ടാകണം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ഞങ്ങൾക്ക് മക്കളുണ്ട്. ആര് പീഡിപ്പിച്ചാലും ആര് കൊന്നാലും ജീവിതം എത്ര കയ്പാക്കിയ മക്കൾ, ഈ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ദേ വർ കമ്മിറ്റഡ് ഫോർ ചിൽഡ്രൻ. കാരണം ദൈവത്തിന്റെ വാഗ്ദത്വം എന്ന് പറഞ്ഞ മക്കളെ ചുറ്റിപ്പറ്റിയാണല്ലോ. മക്കളെ ചുറ്റിപ്പറ്റിയ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയ രാജ്യമാക്കുമെന്ന്, ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതിയെ തരുമെന്നാണ്. ആദാമിനോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പെറ്റുപെരുകി ഭൂമിയെ നിറപ്പീന്നല്ലേ പറഞ്ഞു. അങ്ങനെയാ പറഞ്ഞത്. ദൈവത്തിന്റെ പരിപാടിയിൽ എപ്പോഴും പെറ്റുപെരുകി ഭൂമിയെ നിറയ്ക്കുക എന്നൊരു പരിപാടിയാണ്. സുവിശേഷത്തിനായാലും അങ്ങനെയാണ്. നിങ്ങൾ പോയി സകലജാതികളെ ശിഷ്യരാക്കണമെന്ന് ആളുവേണ്ടേ? വേണം. അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ പരിപാടിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആര് നമ്മളെ പീഡിപ്പിച്ചാലും ശരി, പിള്ളേരെ കൊല്ലണമെന്ന് പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞാലും ശരി, ക്രിസ്ത്യാനികൾക്ക് പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? സർക്കാർ പറഞ്ഞ് 1 മതിയെന്ന്. അപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞു ആമേൻ. സർക്കാർ പറഞ്ഞ് അങ്ങേ അറ്റം പോയ 2 മതി, നമ്മൾ പറഞ്ഞു ആമേൻ. കുറച്ച് കഴിഞ്ഞ് സർക്കാർ പറയും പിള്ളേരൊന്നും വേണ്ട, ആമേൻ. ദൈവവചനമല്ല നമുക്ക് മാർഗനിർദ്ദേശം തരുന്നത്. നമുക്ക് മാർഗനിർദ്ദേശം വരുന്നത് ഗവൺമെന്റുകളാണ്, വിജാതീയ ഗവൺമെന്റുകളാണ്. ദൈവത്തിന്റെ ജനത്തെ എങ്ങനെ ഒതുക്കാമെന്നുള്ളത് ഗവൺമെന്റുകളുടെ പരിപാടി എന്ന് പറയും. അപ്പൊ ഫറവോൻ അതാണ്. ഫറവോൻ പറഞ്ഞ് ഇവരെ നമുക്ക് വംശനാശം വരുത്തണം, ഇവരെ നമുക്ക് പീഡിപ്പിച്ച് ക്ഷയിപ്പിക്കണം. പക്ഷേ ഫറവോൻ അവരെ പീഡിപ്പിക്കുന്നതോറും അവർക്ക് മകളുകൾ ഉണ്ടാകും. സാധാരണഗതി എങ്ങനെ വേണ്ടത്? ജീവിതം എൻ്റെ കുഞ്ഞെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫറവോന്റെ അടിയും തല്ലും മറുത്തലും പാടത്തെ പണി എല്ലാം കഴിഞ്ഞിട്ട് ഇനിയും പിള്ളേരെ നമ്മൾ ജനിപ്പിച്ച ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതം എങ്ങനെയാണ്? ഈ ഫറവോന്റെ കീഴിലല്ലേ അവരൊക്കെ വളർന്ന് മുന്നോട്ട് വരേണ്ടത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം,
ഒക്കെ പേരിന് വേണ്ടി ഒരു കുഞ്ഞ് അല്ലെ 2 കുഞ്ഞ് അത് മതി. അങ്ങനല്ല അവർ തീരുമാനിച്ചത്. ഒരു ഫറവോൻ ഞങ്ങളെ പീഡിപ്പിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയാണോ? എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പീഡിപ്പിക്കും തോറും വർദ്ധിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ പരിപാടിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ടു ദ പ്രോഗ്രാം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരിപാടിക്ക് വേണ്ടി ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. മക്കളുടെ മൂല്യം അറിഞ്ഞവരായിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ ഒരു ഗവൺമെന്റിനും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഒരു ഗവൺമെന്റിനും തോൽപ്പിക്കാനായിട്ട് സാധിക്കും. ചൈനക്കാരത് ശ്രമിച്ചു നോക്കി. ഒരു കുട്ടി മാത്രമെന്ന് പറഞ്ഞ്, ഒരു കുട്ടി ഉണ്ടാകുന്നവർക്ക് റേഷൻ കൊടുക്കുകയില്ല, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം അവർ തോറ്റു. ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളവരുണ്ടായിക്കളാം. മക്കളെ ജനിപ്പിക്കാനായിട്ട് തീരുമാനിച്ച ക്രിസ്ത്യാനികളോട് ഗവൺമെന്റിന് പൊരുതി ഒന്നും ചെയ്യാൻ ഒക്കെയില്ല. മുസ്ലിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അവർക്ക് എത്ര പിള്ളേരുണ്ട്? 14-15 വയസ്സാകുമ്പോഴേ കല്യാണം കഴിക്കും. 25 വയസ്സാകുമ്പോഴത്തേക്ക് 8-10 പിള്ളേരാകും. 30 വയസ്സാകുമ്പോഴത്തേക്ക് വല്യമ്മയാകും. എന്നിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും കഴിക്കും അവരങ്ങ് വർദ്ധിക്കുന്നു. ശരിയേ? ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു കൂടുതൽ, മുസ്ലിങ്ങളാണ് കൂടുതൽ. ഹിന്ദുക്കളും വെപ്രാളം പിടിക്കുകയാണ്. മുസ്ലിങ്ങൾ അവർക്ക് ഒരുപാട് പിള്ളേരുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവില്ലേ പിള്ളേര്? നിങ്ങൾക്ക് എന്താ പിള്ളേരുണ്ടാവില്ലേ? മുസ്ലിങ്ങൾക്ക് അവരുടെ മതത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മക്കളെ ജനിപ്പിച്ച് മതം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു പോളിസിയാണ്. മക്കളെ ജനിപ്പിച്ച് മതം വർദ്ധിപ്പിക്കുക, അത് അവരുടെ ഒരു പോളിസിയാണ്. അവർക്കെല്ലാം മതപരിവർത്തനം കൊണ്ടൊന്നും ആളുകളെ കിട്ടുകയില്ല. അവരും നമ്മുടെ വീടുകളിൽ നിന്നും അവരുടെ സുവിശേഷം പറയാൻ വരുന്നില്ല. അവർ മക്കളെ ജനിപ്പിച്ച് ആ ദേശം കീഴടക്കാൻ ശ്രമിക്കുക. എവിടെ ചെന്നാലും, ലോകത്തിലെവിടെ ചെന്നാലും നമ്മളൊട്ട് മക്കളെ ജനിപ്പിച്ചും വർദ്ധിക്കുകയില്ല, സുവിശേഷം പറഞ്ഞു ആളുകളെ കൺവേർട്ട് ചെയ്യില്ല. രണ്ടു വിധത്തിലും ഇല്ല. പിന്നെ നമ്മുടെ ഗതി എന്താ? അപ്പൊ പീഡിപ്പിക്കും തോറും ജനങ്ങൾ വർദ്ധിച്ചു വന്നതാണ്. എനിക്ക് ആ വാക്യം വളരെ ഇഷ്ടമാണ്. പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു വന്നു, പെരുകി വന്നു എന്നാ. പെരുകി വർദ്ധിച്ചു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. പീഡിപ്പിച്ചാൽ വർദ്ധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് യഹൂദന്മാരും ക്രിസ്ത്യാനികളുമേ ഉള്ളൂ. അത് ക്രിസ്ത്യാനികളെ പറ്റി എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. യഹൂദന്മാരേ ഉള്ളൂ. പീഡിപ്പിക്കും തോറും ഹിറ്റ്ലർ എന്തോരം ആളുകളെ കൊന്നു. യഹൂദന്മാർ എപ്പോഴും ഉണ്ട്. ഒന്ന് ചാകുമ്പോൾ 2നെ ജനിപ്പിക്കുക. അതാണ് പോളിസി. ഒന്ന് ചാകുമ്പോൾ 2നെ ജനിപ്പിക്കുക. നമ്മൾ പറയും അയ്യോ കൊല്ലാൻ വേണ്ടിയാന്ന് ജനിപ്പിക്കുകയേ വേണ്ട. ഇന്നത്തെ കാലത്ത് പിള്ളേരെ വെറുതെ അവരെ ഉപദ്രവിക്കണ്ട. ഏതെ? നമ്മുടെ തെറ്റായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ വളരാനും പെരുകാനും ഒന്നും സാധിക്കുകയില്ല. അത് ദൈവത്തിന്റെ വഴിയല്ല. 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ജനം വർദ്ധിച്ച ഏറ്റവും ഫറവോന് കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് പരിപാടിയിട്ടു. ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ ഞെക്കിക്കൊന്നേക്കാൻ പറഞ്ഞു. ജനിക്കിച്ച് വരുമ്പം തന്നെ കഴുത്തിനോട് ഞെക്കിക്കോളാൻ പറഞ്ഞു. സൂതികർമ്മ ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തിന് വേണ്ടി ദൈവം എപ്പോഴും തന്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആരെയെങ്കിലും ഒരുക്കും. അത് വിശ്വാസിയാകാം അവിശ്വാസിയാകാം. ഈ സൂതികർമ്മ ന്യായമായിട്ട് ആരെയും അനുസരിക്കേണ്ടത്? അവരുടെ രാജാവായ ഫറവോനെയല്ലേ? കാരണം ഇവരാരും വിശ്വാസികളല്ലല്ലോ. എബ്രായ പിള്ളേർ ജനിച്ചു വളരുന്നതോറും സൂതികർമ്മൾക്ക് എന്നാ ആനുകൂല്യം കിട്ടുന്നത്? സൂതികർമ്മ മിസ്രൈം സ്ത്രീകളല്ലേ? ആയിരിക്കാം. അതോ ഇനി എബ്രായ സ്ത്രീകളാണോ സൂതികർമ്മ? അതൊന്നും നമുക്കറിയില്ല. അങ്ങനെയാകാൻ സാധ്യതയുണ്ട്. ഏതായാലും അവർ ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്തു, അവർക്ക് കുടുംബങ്ങളെ പണിതു എന്നാണ്. അവർക്ക് കുടുംബങ്ങളെ പണിതു. സൂതികർമ്മങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, ധാരാളമായി വളരെ പെരുകി. ദൈവത്തെ മാനിക്കാനായിട്ട് ആര് തീരുമാനിച്ചാലും ദൈവം അവരെ മാനിക്കും. അതേ എബ്രായ സ്ത്രീകളായാലും ശരി, എബ്രായ പുരുഷന്മാരായാലും ശരി, ഇനി അത് സൂതികർമ്മികളായാലും ശരി, ആരായാലും ശരി, ദൈവത്തെ മാനിക്കാനായിട്ട് ആര് തീരുമാനിച്ചാലും ദൈവം അവരെ മാനിക്കും. ദൈവത്തെയും ദൈവത്തിന്റെ കൽപ്പനകളെയും മാനിക്കാതെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ആര് ശ്രമിച്ചാലും അവരാഗ്രഹിക്കുന്ന മെച്ചം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, അവർ ഭയപ്പെട്ട തിന്മ അവരുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. അതൊക്കെ അങ്ങനെയൊക്കെയാണ് സംഭവിക്കും. എൻ്റെ മനസ്സിലേക്ക് ചില ആളുകളും ചില വ്യക്തികളും ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അവരുടെ പറ്റി പറയുന്നത് ശരിയല്ല, എങ്കിലും ചിലർ വരുന്നുണ്ട്. 2 ചേട്ടന്മാര്, ചേട്ടന് പിള്ളേരെ വർഷം തോറും ഭാര്യ ആണ്ടുതോറും പ്രസവിക്കുക. ഇങ്ങനെ 5, 8, 9, 10, 11 എണ്ണമായി. അനുജന് വളരെ പ്ലാൻ ചെയ്ത് 2 കുട്ടികൾ മാത്രം. അതും അവർ തമ്മിലുള്ള ഗ്യാപ്പൊക്കെ നന്നായിട്ട്. ഈ അനുജൻ എന്നോടൊരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. വെളിയും തെളിവും ഇല്ലാതുള്ള പിള്ളേരെ എല്ലാം ജനിപ്പിക്കുക, ഇതിനൊക്കെ ആരാ ചെലവിന് കൊടുക്കുന്നത്? ഈ അനുജൻ ജനിപ്പിച്ചത് ഒന്ന് ശരിയായി. 2 പിള്ളേരുണ്ടായിരുന്നു. ഒന്ന് ക്യാൻസർ വന്ന് മരിച്ചുപോയി ഞാൻ ഓർക്കുന്നു. പിന്നെ ഒന്ന് ഉണ്ട്. അതാന്നേലും അതിന്റെ കുടുംബജീവിതം ആകെ പരാജയപ്പെട്ട് തകരാറ്. മറ്റൊരു 8-10 പിള്ളേരുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി. സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി എല്ലാം മെച്ചമായി. എങ്ങനെ അവരെയൊക്കെ പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ പറയും. നാം ഭയപ്പെടുന്ന വെക്കുന്നത് ദൈവത്തിന്റെ പ്രമാണങ്ങളെ മാനിച്ച് ഉണ്ടാകട്ടെ. ദൈവം തരുന്നില്ലയോ? അങ്ങനെയല്ലേ വചനം പറയുന്നത്. മക്കളെ കൊണ്ട് നിന്റെ അവതാരം നിറയ്ക്കുന്ന മനുഷ്യൻ
ഭാഗ്യവാനെന്നല്ലേ പറഞ്ഞ, ആ ഭാഗ്യം എനിക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചാൽ എനിക്ക് ആ ഭാഗ്യം. എത്ര മക്കളുണ്ട് അത്രയും മക്കളെ ജനിക്കട്ടെന്ന് പറഞ്ഞാൽ ദൈവം അവനെ അനുഗ്രഹിക്കുകയില്ലേ? ദൈവം അവനെ അനുഗ്രഹിക്കും. മക്കള് പ്രയാസമാണെന്ന് പറയുന്ന ആളുകൾ, മക്കൾ ഭാരം, അവരെ പഠിപ്പിക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തണം, അവരെ കല്യാണം നടത്തണം, ഭാരമാണെന്ന് പറയുന്ന ആളുകളെ, ഒരു കൊച്ചേ ഉള്ളെങ്കിലും ആ കൊച്ചു നിങ്ങൾക്ക് ഭാരമായിരിക്കും. ആ ഒരു കൊച്ചു നിങ്ങൾക്ക് ഭാരമായിരിക്കും. ആ കൊച്ചിനെ കൊണ്ട് നിങ്ങൾ ദുരിതമേ അനുഭവിക്കും. അതിന് യാതൊരു സംശയം. അപ്പൊ ഇവരെ പീഡിപ്പിച്ച് സൂതികർമ്മികളെ പറഞ്ഞ് ഞങ്ങളേതായാലും കുഞ്ഞുങ്ങളെ കൊല്ലാൻ പോകുന്നില്ലെന്നോ. ആ കൊലപാതകം ഞങ്ങൾ നടത്താൻ പോകുന്നില്ല. ഞങ്ങളുടെ ജോലിയില് മിഡ്വൈഫ്സ് ആണ്. ഞങ്ങളുടെ ജോലി കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളതല്ല, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പൊ ഇന്നത്തെ ഡോക്ടർമാരെന്താ ചെയ്യുന്നത്? അബോർഷൻ, കുഞ്ഞുങ്ങളെ കൊല്ലുക ചെയ്യുന്നത്. ഡോക്ടർമാരെല്ലാവരും എടുക്കുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്, ഹിപ്പോക്രാറ്റസ് ഓത്ത് എന്ന് പറയും. ഞങ്ങൾ ജീവനെ രക്ഷിക്കുകയുള്ളൂ, ജീവനെ നശിപ്പിക്കുകയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവന്മാര് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിനെ എന്താ ചെയ്യുന്നത്? അവരൊന്ന് കൊല്ലുമ്പോൾ ദൈവം മൂന്നെണ്ണത്തിനെ കൊല്ലും. ക്യാൻസർ കൊണ്ടും റോഡിൽ അപകടം കൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ടും ഡ്രഗ്സ് അടിച്ചും അങ്ങനെ എങ്ങനെ കൊല്ലും. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് കൊല്ല, ഞാൻ എൻ്റെ വഴിക്ക് ആകാം. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിച്ചു. ഈ സൂതികർമ്മികളെ ദൈവത്തെ മാനിച്ചു, അവരെ ദൈവം മാനിച്ചു. അവർക്ക് എന്ത് പണിതെന്നാ പറഞ്ഞത്? അവർക്ക് ഭവനം പണിതെന്നോ? അവർക്ക് നന്മ ചെയ്തു. ഇംഗ്ലീഷിൽ അവർക്ക് നന്മ ചെയ്തു എന്ന് മാത്രമല്ല, they built their homes എന്നോ അങ്ങനെ ഉണ്ട്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അടുത്ത അധ്യായം തുടങ്ങുന്നത്. ആ അധ്യായം എന്ന് പറഞ്ഞാൽ ഫറവോന് നേരെയുള്ള വലിയൊരു വെല്ലുവിളി. ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്ത് ആ കുടുംബത്തിന്റെ ചരിത്രം, ഒറ്റ കുടുംബം മാത്രമൊന്നായിരുന്നില്ല, അതുപോലെ അനേക കുടുംബങ്ങളുണ്ടായിരുന്നു. ഒരു കുടുംബത്തിന്റെ ചരിത്രം പ്രത്യേകം പറയാം. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവന് സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിനെ പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. പിന്നെ ബാക്കി കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ കഠിനമായിരിക്കുന്ന നിയമമുള്ള ഒരു കാലത്താണ് ലേവി ഗോത്രത്തിലെ അമ്രാം ജോഖിബാദ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ദമ്പതികൾ, അവർക്ക് ആദ്യം ഒരു മകൻ ജനിച്ചു, അവന്റെ പേര് അഹരോൻ എന്നാ. പിന്നെ ഒരു മകൾ ജനിച്ചു, അതോ ഇനി മകളായിരുന്നു ആദ്യത്തെ അറിയില്ല, മറിയം എന്നാ പേര്. അത് കഴിഞ്ഞ് മൂന്നാമതൊരു കുട്ടി ജനിച്ചു, അതാണ് ഈ മോശ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചരിത്രത്തിലെ കുട്ടി എന്ന് പറയുന്നതാണ്. അപ്പൊ നിയമം ഉള്ളപ്പോ അവർ 2 പിള്ളേരെ വളർത്തി. അഹരോനെ വളർത്തി ആരും കൊല്ലാനൊന്നും അവർ സമ്മതിച്ചു. അത് കഴിഞ്ഞ ഇപ്പോ ഒരെണ്ണം കൂടി ജനിച്ചു. അവര് പറഞ്ഞു ഫറവോൻ എന്ന് കൊച്ചിനെ തൊടാനൊക്കില്ലെന്ന്. അതിനെ 3 മാസം വളർത്തി. 3 മാസമൊക്കെ ആയപ്പോ ആള് ഉറക്കൊക്കെ കരയൊക്കെ ചെയ്തു. കാരണം 20 ലക്ഷം ആളുകളോട് കമാൻഡ് കൊടുക്കത്തക്ക ശബ്ദമുള്ള ഒരാളായിട്ടാണ് പിൽക്കാലത്ത് ശുശ്രൂഷ ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ളതായിരിക്കുന്ന കരച്ചിലും തൊണ്ടയൊക്കെ അതുപോലെ തുറന്നു. ആ ദൈവം അവനെ ജനിപ്പിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. റോഡിൽ കൂടെ പോകുന്നവർക്കെല്ലാം കേൾക്കാം മോശയുടെ കരച്ചില്. മോശയുടെ അപ്പനും അമ്മയും പറഞ്ഞു, ഇനി കൊച്ചിനെ നമുക്ക് വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല, പട്ടാളക്കാർ വന്നെടുത്തോണ്ട് പോകും. നമുക്കൊരു കാര്യം ചെയ്യാം, ഫറവോനെ തന്നെ വെല്ലുവിളിക്കാം. ഫറവോന്റെ മകൾ കുളിക്കാൻ വരുന്നിടത്ത് കൊണ്ടുവെക്കാം. കൊല്ലുന്നെങ്കിൽ ഫറവോൻ തന്നെ കൊല്ലട്ടെ, ഫറവോന്റെ കൊച്ചു തന്നെ കൊല്ലട്ടെ. അവരങ്ങനെ ഫറവോനെ വെല്ലുവിളിച്ച് ആ കുട്ടിയെ കൊണ്ടുവച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, അമ്മയ്ക്ക് കുഞ്ഞിനെ മുല കൂട്ടാനായിട്ട് അമ്മയ്ക്ക് ശമ്പളം കൊടുത്തു. അങ്ങനെ 3 വർഷമോ 4 വർഷമോ അമ്മ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് മുല കൂട്ടി. അവസാനം എന്ത് ചെയ്തു? കൊണ്ട് ഫറവോന്റെ പുത്രിക്ക് കൊടുത്തു. അവിടെ 37 വർഷം കൂടെ വളർത്തി. 40 വയസ്സായപ്പോൾ മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ദൈവനത്തോടുകൂടിയുള്ള കഷ്ടമാണ് മെച്ചമെന്ന് പറഞ്ഞ് അതെല്ലാം ദൈവത്തെ മാനിച്ച ഒരു കുടുംബം. ആ കുടുംബം എന്ന് പറയും ദൈവത്തെ മാനിച്ച ഒരു കുടുംബമാണ്. ദൈവത്തെ മാനിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ ദൈവത്തിന് തന്റെ ജനത്തെ നയിക്കാനുള്ള നേതൃത്വത്തെ ദൈവം വാർത്തെടുക്കൂ. ദൈവത്തെ മാനിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ ദൈവത്തെ ജനത്തെ നടത്താനുള്ളതായിരിക്കുന്ന നേതൃത്വത്തെ എടുക്കൂ. മിരിയും അങ്ങനെയാണ്, അഹരോനും അങ്ങനെയാണ്, മോശ അങ്ങനെയാണ്. 3 പേരും അല്ലേ? മോശ അവർക്ക് വീണ്ടെടുപ്പുകാരൻ, അഹരോൻ അവർക്ക് മഹാപുരോഹിതൻ, മിരിയം അങ്ങനെ ഔദ്യോഗിക സ്ഥാനം ഇല്ലെങ്കിലും മിരിയം അവരുടെ തന്നെ ഒരു പ്രവാചകയായിരുന്നു. എത്ര മനോഹരമാണ്! 3 മക്കളെ അവരെ ഈ വളരെ കാഠിന്യമായ നിയമമുള്ള കാലത്ത് 3 മക്കളെ ജനിപ്പിച്ചു വളർത്തി. ഓരോ നിമിഷവും അവരെ സംബന്ധിച്ച മരണവും ജീവനുമായിട്ടുള്ളതായിരിക്കുന്ന അനുഭവമാണ്. കാരണം ഫറവോന്റെ കൽപ്പനയാണ് അവർ ധിക്കരിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തുന്നത്.
ദൈവത്തെ മാനിക്കുന്നതായിരിക്കുന്ന ആളുകളെ ദൈവം മാനിക്കും. അവരുടെ കുടുംബം ദൈവത്തെ മാനിച്ച ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ധാരാളമായിട്ട് മാറ്റി. ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ചില വ്യക്തികളും കുടുംബങ്ങളും മനുഷ്യരെ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കും. അവരാണ് ദൈവിക പരിപാടികളുടെ നിവൃത്തിയെ നിശ്ചയിക്കുന്നവർ. മോശ എണ്ണിച്ചപ്പോ മോശ സുന്ദരനെന്ന് കണ്ടു എന്നാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോ സ്തേഫാനോസ് പ്രസംഗിക്കുമ്പം കുട്ടി ദിവ്യസുന്ദരൻ എന്ന് കണ്ടെന്നാണ്. ദിവ്യസുന്ദരൻ എന്നാണ് മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ അവരിൽ എന്തോ ഒരു ദൈവത്വം ഉള്ളതുപോലെ, അവരിൽ എന്തോ ഒരു ദൈവികമായ പ്രത്യേകത ഉള്ളതായിട്ട് കുഞ്ഞിന്റെ നോക്കിയപ്പോ തന്നെ മനസ്സിലായി ഇതൊരു സാധാരണ കുഞ്ഞല്ല, ഇത് ദൈവത്തിന്റെ പരിപാടിയുടെ പ്രത്യേകതയുള്ള കുഞ്ഞാണ്. വാസ്തവത്തിൽ മോശയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നോ, അതോ മോശയുടെ മാതാപിതാക്കൾ ആ കുഞ്ഞിലെ പ്രത്യേകത ദർശിച്ചതാണോ? എന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മോശയുടെ മാതാപിതാക്കൾ ആ കുഞ്ഞിൽ ദർശിച്ചതാണ്. മാർട്ടിൻ ലൂതർ ഈ നവീകരണ പ്രസ്ഥാനവുമായിട്ട് വന്നു. മാർട്ടിൻ ലൂതറെ കത്തിക്കാനായിട്ട് പോപ്പ് കൽപ്പനയൊക്കെ കൊടുത്തു. വളരെ പേടിച്ചൊക്കെയാണ് കാലത്ത് ജീവിക്കുന്നതെങ്കിലും കാതറിൻ, ലൂതറിന്റെ ഭാര്യ കാതറിൻ ഗർഭം ധരിച്ചു. ഗർഭിണിയായിരിക്കുമ്പോ ഈ കുട്ടി ഇങ്ങനെ വയറ്റില് മൂവൊക്കെ ചെയ്യില്ലേ, അപ്പോ അങ്ങനെ തൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോ ലൂതർ പറയുന്നത് കിക്ക് ബോയ് കിക്ക്, യു കിക്ക് ദ പോപ്പ്. പോപ്പിന് തലക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ലൂതറിനത് പറയാനുള്ളതായിരിക്കുന്ന ഗട്ട്സ് ഉണ്ടായിരുന്നു ഞാൻ പറയും. കാരണം ലൂതറിന്റെ തലയ്ക്ക് പോപ്പ് മരണശിക്ഷ വിധിച്ചിരിക്കുകയാണ്, അവനെ കൊല്ലാനാണ്. ബേൺ ഹിം ഓൺ ദ സ്റ്റേക്ക്. പക്ഷെ അവനെ കൊല്ലാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ലൂതർ മക്കളെ ജനിപ്പിച്ചു, മക്കളുടെ മഹത്വം കണ്ടു. ആ ഗർഭത്തിലിരിക്കുന്ന കുട്ടി പോലും ലൂതറിനെ സംബന്ധിച്ചിടത്തോളം നവീകരണത്തിൽ പോപ്പിനെതിരെയുള്ളതായിരിക്കുന്ന യുദ്ധത്തിലെ പടയാളിയായിട്ടാണ് കണ്ടത്. എനിക്കതാ ഇഷ്ടം. അവരെ കണ്ടത് അങ്ങനെ പടയാളിയായിട്ടാണ്. എന്റെ കൊച്ചെ, നീ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം നിന്റെ അപ്പനെ ആണെങ്കിൽ ഏത് സമയം കൊല്ലപ്പെടാനായിട്ട് കഴിയും. അങ്ങനെ നീ ഒരു അനാഥ കുട്ടിയായിട്ട് ജനിക്കും, അയ്യോ കഷ്ടമാ, ഞാൻ എന്തായി കാണിച്ചത് എന്നാണോ അങ്ങനെയാണോ ലൂതർ പറഞ്ഞത്? ലൂതർ അങ്ങനെയല്ല പറഞ്ഞത്. ലൂതർ അതേക്കുറിച്ചല്ല, ദൈവത്തിന്റെ സംരക്ഷണല്ലേ, ദൈവത്തിന്റെ പട്ടാളത്തിലെ ഒരു ധീര പോരാളിയാണ്. തൊഴിക്കുക എന്താ പറഞ്ഞത്? ഈ മക്കളുടെ സാധ്യതകളെ കുറിച്ച് നമ്മൾ കാണണം. മോശയുടെ മാതാപിതാക്കള് മോശയുടെ മുഖത്ത് നോക്കിയപ്പോ ഈ പയ്യൻ ഒരു സാധാരണ പയ്യനല്ല, ഇവൻ ഇസ്രയേലിനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ആ ധൈര്യത്തിലാണ് കൊണ്ടുവന്ന് അവിടെ വെച്ചതും. അഹരോന്റെ അപ്പൻ അമ്രാമിന് യോഗ്യബാധനും അറിയാം, ഈ പൈതലിനെ ആർക്കും തൊടാൻ ഒക്കുകയില്ല, അവൻ ദിവ്യസുന്ദരനാണ്. രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ പേടകം തുറന്നു. ഫറവോന്റെ പുത്രിയുടെ ദാസിമാർ പോയി വിതരത്തിന് വന്ന് തുറന്നുടനെ കുട്ടി എന്താ ചെയ്തത്? കരയുന്ന പിള്ളേരെ വല്ലവർക്കും ഇഷ്ടമാണ്. പെട്ടെന്ന് തുറന്നുടനെ രാജ്ഞിയെ നോക്കിയിട്ട്, രാജകുമാരിയെ നോക്കിയിട്ട് ചിരിച്ചിരുന്നെങ്കിൽ ആ കൊച്ചു കിടന്നൊരു കരച്ചിലാണ്. എന്നിട്ട് പറയാണ് അവൾക്ക് അവനോട് കരുണ തോന്നി, ഇത് എബ്രായരുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് അതിനെ അഡോപ്റ്റ് ചെയ്യും. ദൈവം ഹൃദയങ്ങളെ മാറ്റും. ചിരിക്കുന്ന ഒരു കുട്ടിയെ ആർക്കും വേണം, കരയുന്ന കുട്ടിയെ ആർക്കും വേണ്ട. പക്ഷെ കരയുന്ന കുട്ടിയെ ഇഷ്ടപ്പെടത്തക്കവണ്ണം ഫറവോന്റെ പുത്രിയുടെ മനസ്സ് മാറ്റാനായിട്ട് ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ദൈവം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ്. അത്ഭുതകരമായിട്ടാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ മോശയെ വളർത്തി 37 വർഷം കൊട്ടാരത്തിൽ വളർത്തി. മോശ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. അതിലെ അവസാനം മോശ കൊട്ടാരമൊക്കെ വിട്ട് ഇങ്ങനെ പോയി, നമുക്കറിയാം, മിദ്യാന്റെ ദേശത്ത് ചെന്നു, പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഇസ്രായേൽ മക്കളുമായിട്ടൊക്കെ പോകുന്നതായിരിക്കുന്ന സമയത്ത് ഈ എടുത്തു വളർത്തിയതായിരിക്കുന്ന അമ്മയെ അവിടെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. മോശയുടെ കൂടെ അമ്മ പോണോ പോകണ്ടെന്ന് അമ്മയുടെ വലിയൊരു യുദ്ധം. രാജാവിന്റെ രാജ്ഞിയെ മോളല്ലേ, ഞാൻ എൻ്റെ ഈ മകന്റെ കൂടെ പോകണോ പോകണ്ടായോ, ആ ഒരു ഭയങ്കര ഒരു ടെർമോയിൽ. മോശ എന്ന പുരുഷനെ മിസ്രൈമ്യർക്കെല്ലാം ഇഷ്ടമായിരുന്നവൻ. അങ്ങനെയാ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ വായിക്കുന്ന അങ്ങനെയാണ്. മോശ എന്ന പുരുഷനെ മിസ്രൈമ്യർക്ക് ഇഷ്ടമായി. കാരണം അവൻ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു പുരുഷനാണ്. ഫറവോന്റെ ക്രോധത്തെ ഭയപ്പെട്ടില്ല. ശരിയാ, അവൻ ഓടിപ്പോയെന്നുള്ള കാര്യം ശരി, അത് ബുദ്ധിയായിട്ടാണ്. കാരണം ദൈവം അവനെ ഓടിച്ചതാ. ദൈവജനത്തെ 40 കൊല്ലം മരുഭൂമി കൂടെ നടത്തണമെങ്കിൽ 40 കൊല്ലം ആടിനെ മരുഭൂമി മേയിച്ചുള്ള എക്സ്പീരിയൻസ് വേണം. ആ വഴിയൊക്കെ അറിയണ്ടേ, മരുഭൂമിയിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയണ്ടേ വേണം. അത് 40 കൊല്ലം ആടിനെ മേയിക്കാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുന്നതിന് പകരം നീ ആദ്യം ആടുകളെ മേയിച്ച് പരിചയമാകുന്നതിന് ശേഷം നിന്റെ കുഞ്ഞാടുകളെ മേയിക്കാൻ, എൻ്റെ കുഞ്ഞാടുകളെ നീക്കുന്നതിനെ അയക്കണം. ദൈവത്തിന്റെ പരിപാടികളൊക്കെ അങ്ങനെയാണ്. ദൈവം എല്ലാ കാര്യങ്ങളും വളരെ അങ്ങനെ. അപ്പൊ ഞാനിപ്പോ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ, ഇനി ഒരല്പ ശാന്തതയുള്ള ഒരു കാലം തന്നാൽ
കേരളത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യും? അത് അവരുടെ വർധനവിൻ്റെ ഒരു കാലഘട്ടമായിരിക്കുമോ? അവർ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയും കൂടുതൽ സുവിശേഷം പറയുകയും കൂടുതൽ ആത്മാക്കളെ നേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കുമോ? അതോ എല്ലാവരും അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെ അവരുടെ പിള്ളേരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ട് അവർ ഇമിഗ്രേഷൻ ഒക്കെ എടുത്തങ്ങ് പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചുള്ളൂ എന്ത് വേണോ എന്നുള്ളത്. ദൈവം അവിടെ സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും, ഒരിക്കലും സാധിക്കും. ദൈവത്തിന്റെ പരിപാടികൾക്കെതിരെ നമുക്ക് പോകാനൊക്കെയില്ല, പോയി നമുക്ക് ഒരിക്കലും വിജയിക്കാനൊക്കെ നാം പരാജയപ്പെടുക. ശൗലിനോട് പറഞ്ഞതുപോലെയാണ്, കല്ലിനോട് ഉദയ്ക്കുന്നത് നിനക്ക് നല്ലതല്ല. അതുകൊണ്ട് ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ. ദൈവം നൽകുന്ന അനുകൂല സാഹചര്യങ്ങളിൽ ദൈവം വർദ്ധിക്കണം. ഭരണകൂടങ്ങളും അവരുടെ പോളിസികളും നിയമങ്ങളും ഒക്കെ ദൈവത്തിന് പ്രതികൂലമായി വരുമ്പോഴും നമ്മൾ ധൈര്യത്തോടുകൂടി നിൽക്കണം. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ സൂതികർമ്മികളെ ഒരുക്കിയതുപോലെ ഒരുക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും, നമ്മളെ സംരക്ഷിക്കാനായി. രാജ്യത്തെ തെറ്റായ നിയമങ്ങളെ ഭയപ്പെടാതെ ദൈവത്തിൻ്റെ നിയമത്തെ നാം ഭയപ്പെടണം. ദൈവം മക്കളെ പറ്റി പറയുന്നതും സുവിശേഷത്തെ പറ്റി നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകളും ഒക്കെ നാം അനുസരിച്ച് മുന്നോട്ട് ജീവിക്കണം. അപ്പോൾ ദൈവം നമ്മളെ ധാരാളമായിട്ട്. രസകരമായ ഒരു കാര്യം നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ കരഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഈ മരുഭൂമിയിലിട്ട് കൊല്ലാനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ദൈവം അവസാനം പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ കൊല്ലാനാണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞ കുഞ്ഞുകുട്ടികൾ കനാൻ നാട്ടിൽ പ്രവേശിക്കും, പക്ഷെ നിങ്ങൾ പ്രവേശിക്കരുത്. നശിച്ചു പോകുമെന്ന് പറഞ്ഞതായിരിക്കുന്ന കുഞ്ഞുകുട്ടികൾ കനാൻ പ്രവേശിക്കും, പക്ഷെ നിങ്ങൾ പ്രവേശിക്കരുത്. അപ്പൊ ചില സമയത്ത് നമ്മൾ അങ്ങനെയാണ്, അവിടെ കുഞ്ഞിനെ എങ്ങനെയാണ് സുവിശേഷത്തിന് വേണ്ടി അവനെ വിട്ടാൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവൻ്റെ മക്കളൊക്കെ ആരായിത്തീരും? നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം. നശിച്ചു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടതായിരിക്കുന്ന നിങ്ങളുടെ മക്കളെ ദൈവം ഉയർത്തും. ദൈവത്തിനത് കഴിയും, ദൈവം അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നൊരു വേദഭാഗമായത്, ഇലക്ഷൻ റിസൾട്ടൊക്കെ നമുക്ക് ഇച്ചിരി ഇഷ്ടമുള്ള റിസൾട്ടാണ്. ഇഷ്ടമില്ലാത്ത ഫറവോൻ ദൈവജനത്തെ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഉപദ്രവിച്ചതുപോലെ ഉപദ്രവിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അങ്ങനെ തനിയെ നിൽക്കാനുള്ളതായിരിക്കും ഒരു തൻ്റെ ഇടം ഇപ്പോഴില്ലല്ലോ, അതിനുള്ള ഭൂരിപക്ഷം ഇല്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ എന്ന് പറയില്ല. പക്ഷെ നാം എന്ത് ചെയ്യാനായിട്ട് പോകും? നാം എന്ത് ചെയ്യാനായിട്ട് പോകും? മക്കളുടെ മഹത്വം കാണുമോ? തലമുറകളുടെ മഹത്വം കാണുമോ? സുവിശേഷത്തിന്റെ മഹത്വം കാണുമോ? ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വഴികളിൽ പോകുന്ന മനുഷ്യരെ ദൈവം ഒരിക്കലും തള്ളിക്കളയുക. എന്തിനാ സൂതികർമ്മികളെ പോലും ദൈവം അനുഗ്രഹിച്ച ദൈവം. ഇന്നും ദൈവം അങ്ങനെയാണ്. ദൈവജനത്തെ എവിടെ ആര് സപ്പോർട്ട് ചെയ്യുന്നു അവരെ ദൈവം അനുഗ്രഹിക്കും. അബ്രഹാമിനോട് പറഞ്ഞില്ല, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവത്തിന്റെ ജനത്തെ ആരനുഗ്രഹിച്ചാലും അവരെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന്റെ പരിപാടി ആര് മാനിച്ചാലും അവരെ ദൈവം മാനിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു പക്ഷേ അടുത്ത 5 വർഷം അല്പസമാധാനം ശാന്തതയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വസ്തു വാങ്ങിച്ചു കൂട്ടാനും വീട്ടിൽ പണിയാനും വേണ്ടി ആ സമയം ഉപയോഗിക്കാതെ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ആ സമയം ഉപയോഗിക്കാം. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമില്ലെങ്കിൽ അതിന് തക്കവണ്ണം നമുക്ക് പ്രതികൂലങ്ങൾ പിന്നെ വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.